ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. ശ്രീ ഹനുമാൻ ചാലിസ. ഹനുമാൻ ചാലിസ പൊതുവെ മലയാളികൾ ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ശ്ലോകമാണ്. ചിലരെങ്കിലും ചാലിസയുടെ അർത്ഥം അറിയാതെയാണ് ചൊല്ലുന്നത്. അവർക്ക് വേണ്ടി ഗുരുപരമ്പരകളുടെ അനുഗ്രഹത്തോടെ ഈ വീഡിയോ അവതരിപ്പിക്കുന്നു. തുളസി രാമായണം എഴുതിയ സന്ത് തുളസിദാസാണ് ഹനുമാൻ ചാലിസ എഴുതിയത്. അവധി എന്നുള്ള ഒരു ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ തുളസീദാസിൻ്റെ മുൻപിൽ ശ്രീരാമസ്വാമി പ്രത്യക്ഷപ്പെട്ടു. ഇക്കാര്യം എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അക്കാലത്തെ ഭരണാധികാരിയായിരുന്ന അക്ബർ ചക്രവർത്തി ഇദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എൻ്റെ മുൻപിലും ശ്രീരാമസ്വാമി പ്രത്യക്ഷപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നറിയിച്ചു. അപ്പോൾ തുളസീദാസ് മറുപടി പറഞ്ഞു, നിഷ്കളങ്കമായ ഭക്തിയുള്ളവരുടെ മുൻപിൽ മാത്രമേ ഭഗവാൻ പ്രത്യക്ഷപ്പെടൂ എന്ന്. അത് ചക്രവർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. തുളസീദാസിനെ തുറുങ്കലിൽ അടച്ചു. അങ്ങനെ തുറുങ്കലിൽ വെച്ച് എഴുതിയതാണ് ഹനുമാൻ ചാലിസ. ചാലിസ എന്ന് പറഞ്ഞാൽ 40 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്നർത്ഥം. അത് എഴുതി തീർന്ന ദിവസം അവിടെ മുഴുവൻ വാനരപ്പട വന്നു. അക്ബറിൻ്റെ രാജധാനി മുഴുവൻ വളഞ്ഞു. കുറേ പേരെ വിട്ട് വാനരപ്പടയെ ഓടിക്കാൻ ശ്രമം നടത്തി. പോയില്ല. അക്ബർ തോറ്റ് തുന്നമ്പാടി. ഹനുമാൻ സ്വാമിയുടെ ലീലയാണ് ഇത് എന്ന് മനസ്സിലാക്കി അക്ബർ തുളസീദാസിനെ മോചിപ്പിച്ചു. ചാലിസയിൽ 40 ശ്ലോകങ്ങളും ചാലിസ തുടങ്ങുന്നതിന് മുമ്പ് ദോഹ എന്നറിയപ്പെടുന്ന 2 ഈരടികളും ചാലിസ കഴിഞ്ഞ് ഒരു ഈരടിയും ഒരു ദോഹയും ഉൾപ്പെട്ടിരിക്കുന്നു. ശ്രീ ഗുരു ചരണ സരോജ രജ നിജമന മുഖുര സുധാരി ഭരണൗര കുബര ബിമല ജസ ജോദായക് ഫലചാരി. തൻ്റെ ഭക്തന്മാർക്ക് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നൽകാൻ ശേഷിയുള്ള രഘുകുല ശ്രേഷ്ഠനായ ഹനുമാന്റെ കന്മഷമില്ലാത്ത മഹിമയെ ഗുരുവിൻ്റെ പാദരേണുക്കളാൽ പരിശുദ്ധമാക്കപ്പെട്ട കറകളഞ്ഞ മനസ്സോടെ ഞാൻ വർണ്ണിക്കാൻ തുടങ്ങുന്നു. ഭരണൗ എന്ന വാക്കിനെ ഞാൻ വിവരിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. രഘുവരൻ്റെ ദിവ്യവും ശുദ്ധവും ശ്രേഷ്ഠവുമായ യശസ്സിനെ, അതായത് ബിമൽ ജസു, വർണ്ണിക്കാൻ തുടങ്ങുന്നു എന്ന് ഈ ശ്ലോകത്തിൽ സന്ത് തുളസീദാസ്ജി പറയുന്നു. രഘുവംശത്തിലാണ് ശ്രീരാമൻ പിറന്നത്. രഘു ഒരു മഹാനായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജവംശം അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ പേരിൽ അറിയപ്പെട്ടു. രഘുവര എന്നാൽ രഘുവംശത്തിലെ പിൻഗാമികളിൽ ഉത്തമൻ എന്നർത്ഥം. സാധാരണ ശ്രീരാമനെ പരാമർശിക്കാനാണ് ആ പദം ഉപയോഗിക്കുന്നത്. രാമചരിതമാനസത്തിലെ അയോധ്യാകാന്ഡത്തിൽ പ്രസ്തുത വരികൾ നമുക്ക് കാണാൻ കഴിയും. ശ്രീരാമൻ്റെ മഹത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അയോധ്യാകാന്ഡത്തിൻ്റെ 2ാം പകുതിയിൽ ശ്രീരാമൻ്റെ കനിഷ്ഠ സഹോദരനായ ഭരതൻ്റെ മഹാത്മ്യത്തെ പ്രകീർത്തിച്ചിരിക്കുന്നു. അതിനാൽ ഈ പദ്യവും രഘുവരൻ എന്ന പദവും ഇവിടെ ഉത്കൃഷ്ടനായ ഭരതനെയാണ് പരാമർശിക്കുന്നത്. ഹനുമാൻ ചാലിസായിൽ ശ്രീരാമനെ പരോക്ഷമായി പ്രകീർത്തിക്കുന്നുണ്ടെങ്കിലും ഹനുമാന്റെ അവദാനങ്ങളെയാണ് പ്രധാനമായും വർണ്ണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തുളസീദാസ്ജി ഹനുമാനെ രഘുവര് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്? അദ്ദേഹം രഘുകുലത്തിൽ ജനിച്ചവനല്ലെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് വാനരൻ്റെ രൂപവുമായിരുന്നു. ഇതിന് രസകരമായ ഒരു വിശദീകരണമുണ്ട്. തുളസി രാമായണത്തിൽ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ദത്തുപുത്രനാണ് ഹനുമാൻ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിൽ ചെന്ന ശ്രീ ഹനുമാൻ രാമൻ്റെ പരമഭക്തനാണെന്ന് മനസ്സിലാക്കിയ സീത സുത പുത്ര എന്നാണ് അദ്ദേഹത്തെ സംബോധന ചെയ്തത്. തിരിച്ച് ഹനുമാൻ ജനനി അമ്മേ എന്നും സംബോധന ചെയ്തു. ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഹനുമാനെ രാമനും പുത്ര എന്ന് സംബോധന ചെയ്യുന്നു. സത്യത്തിൽ ഹനുമാൻജി ആദ്യം കണ്ടുമുട്ടിയത് ശ്രീരാമനെയാണ്.
എന്നാൽ ആദ്യം പുത്ര എന്ന് സംബോധന ചെയ്ത് മാതൃപുത്ര ബന്ധം സ്ഥാപിച്ചത് സീതാദേവിയാണ്. മനുഷ്യജീവിതത്തിലും അമ്മയാണ് കുഞ്ഞിനോട് ആദ്യം അടുക്കുന്നത്. അച്ഛനോടുള്ള ബന്ധം വളരുന്നത് പിന്നീടാണ്. അങ്ങനെ ശ്രീരാമന്റെയും സീതാദേവിയുടെയും പുത്രനായ ഹനുമാൻ രഘുവംശിയായി തീർന്നു. ശ്രേഷ്ഠവും ദിവ്യവുമായ തൻ്റെ ഗുണങ്ങൾ കൊണ്ട് രഘുവരൻ, രഘുകുലോത്തമൻ എന്നും അറിയപ്പെട്ടു. എന്നാൽ തൻ്റെ വിജയങ്ങളുടെ എല്ലാം അവകാശം ശ്രീരാമന് കൊടുക്കുകയാണ് ഹനുമാൻ ചെയ്തത്. സത്യത്തിൽ ഈ രണ്ടുപേരും വിഭിന്നരല്ല. അതിനാൽ ഈ വരികളിൽ രഘുനന്ദനന്മാരായ രണ്ടുപേരുടെയും മഹിമകൾ വർണ്ണിക്കപ്പെടുന്നു. തുളസീദാസ് ജി തുടർന്നു പറയുന്നു, ഞാൻ ഹനുമാൻജിയുടെ മാഹാത്മ്യത്തെയാണ് വർണ്ണിക്കുന്നത്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തെ ഒരു സാധാരണ രാജാവായോ ദിവ്യനായ മന്ത്രിയായോ ഏക ഛത്രാധിപതിയായോ മാത്രം കാണരുത്. ഇവയ്ക്കെല്ലാം അതീതനായിരുന്നു ശ്രീ ഹനുമാൻ. അദ്ദേഹത്തിൻ്റെ അപദാനങ്ങളെ കീർത്തിക്കുന്നതിലൂടെ ചതുർവിധ പുരുഷാർത്ഥങ്ങളും കരഗതമാകുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. അർത്ഥം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് ധനവും സമ്പത്തുമാണ്. കാമം എന്നാൽ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം. ചിലർ ധനികരാണെന്നിരിക്കലും അവരുടെ ധനം ആസ്വദിക്കാൻ പറ്റാത്തവരായിരിക്കും. ചിലപ്പോൾ അവർ ആഹാരം കഴിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ രോഗികളായിരിക്കും. അവരുടെ പ്രാതൽ പോലും മരുന്നുകൾ മാത്രമായിരിക്കും. അങ്ങനെയുള്ള ധനം കൊണ്ട് എന്ത് പ്രയോജനം? ധനവും സന്തോഷവും വേണ്ടത്ര ഉള്ള വേറെ ചിലർ ഒരു സൽക്കർമ്മവും, അതായത് ധർമ്മം, ചെയ്യാത്തവരായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത അവർക്ക് ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വരും. ഹനുമാന്റെ മഹാത്മ്യത്തെ കീർത്തിക്കുന്നതിലൂടെ ധർമ്മവും സ്വർഗപ്രാപ്തിക്ക് അധികാരികളാക്കുന്ന പുണ്യവും ലഭിക്കും. എന്നാൽ മനുഷ്യജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ദുഃഖനിവൃത്തിയും ജനിമൃതി ചക്രത്തിൽ നിന്നുള്ള മോചനവുമാണ്, അതായത് മോക്ഷം. ഈ മഹത്തായ ലക്ഷ്യപ്രാപ്തിയും തന്ന് അനുഗ്രഹിക്കാൻ സമർത്ഥനാണ് ഹനുമാൻ. ഹനുമാന്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നതിനു വേണ്ടി ഒരാൾ എങ്ങനെ തയ്യാറെടുക്കണം? അതിന് മനഃശുദ്ധി വേണം. പരിശുദ്ധമായ മനസ്സിന് ഭഗവാനുമായി ചാർച്ചയിലായിരിക്കാനും എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാനും സാധിക്കും. സന്ത് തുളസീദാസ് ജി പറയുന്നു, ശ്രീ ഗുരു ചരണ സരോജ രജ നിജമന മുഖുര സുധാരി. സുധാരി എന്നാൽ കുറ്റമറ്റതാക്കുക, ശുദ്ധീകരിക്കുക, വൃത്തിയാക്കുക എന്നൊക്കെ അർത്ഥം. നിജമനു മുകുരു എന്നാൽ മനസ്സാകുന്ന കണ്ണാടി. ഭഗവാന്റെ മഹത്വം പ്രതിഫലിക്കത്തക്ക വിധം ഞാൻ എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയെ തുടച്ചു മിനുക്കട്ടെ. വൃത്തിയുള്ള കണ്ണാടിയിൽ മാത്രമേ പ്രതിബിംബം പ്രതിഫലിക്കുകയുള്ളൂ. എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയിൽ ഹനുമാന്റെ മഹത്വം നന്നായി പ്രകാശിക്കട്ടെ. എൻ്റെ മനോമുകുരത്തെ ഞാൻ എങ്ങനെ ശുദ്ധമാക്കും? ശ്രീ ഗുരു ചരണ സരോജ രജ. ഗുരുവിൻ്റെ പാദധൂളി കൊണ്ട്, എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്തും ഗുരുസേവ ചെയ്തും മനസ്സിലെ സകല മാലിന്യങ്ങളെയും നിർമാർജനം ചെയ്യാൻ എനിക്ക് സാധിക്കും. ബുദ്ധിഹീന തനു ജാനികേ സുമിരൗ പവന കുമാര. ബലബുദ്ധി വിദ്യ ദേഹു മോഹി ഹരഹു കലേശ വികാര. ഞാൻ ഒരു അജ്ഞാനിയാണെന്നറിഞ്ഞ് എൻ്റെ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാതാക്കണമെന്നും എനിക്ക് ശക്തി, ബുദ്ധി, വിവേകം, ജ്ഞാനം എന്നിവ തന്ന് അനുഗ്രഹിക്കണമെന്നും വായുപുത്രനായ ഹനുമാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുമിരൗ എന്നത് സംസ്കൃത പദമായ സ്മരണയിൽ നിന്ന് ഉരുതിരിഞ്ഞതാണ്. പവനകുമാരനെ, അതായത് വായുപുത്രനെ ഞാൻ സ്മരിക്കുന്നു. എനിക്ക് ശാരീരികവും ധാർമ്മികവുമായ കരുത്തും വ്യക്തി വൈശിഷ്ട്യവും തന്ന് അനുഗ്രഹിക്കൂ എന്ന് ഈ വരികളിൽ പറയുന്നു. വിദ്യ എന്നാൽ അറിവ് എന്നർത്ഥം. അറിവ് നേടാനുള്ള ഉപാധിയാണ് ബുദ്ധി. ഈ ഉപാധി ഇല്ലെങ്കിൽ എങ്ങനെ ഞാൻ എന്തെങ്കിലും പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യും? അന്ധനായ ഒരാൾക്ക് കണ്ണ് എന്ന അവയവം ഉണ്ടെങ്കിലും കാണാൻ കഴിവില്ല. അറിവ് നേടണമെങ്കിൽ അറിയാനും മനസ്സിലാക്കാനുമുള്ള കാരണവും കഴിവും എനിക്ക് ഉണ്ടാവുകയും ഞാനത് ഉപയോഗിക്കുകയും വേണം.
ഈ ലോകത്തിൽ എല്ലാവർക്കും ബുദ്ധിയുണ്ട്, എന്നാൽ എല്ലാവരും ബുദ്ധിമാന്മാരല്ല. ബുദ്ധിമാനായ ഒരാൾ അറിവ് നേടുക മാത്രമല്ല, തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി ആ അറിവിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ആളുകൾ അവരുടെ ബുദ്ധി ഉപയോഗിക്കാത്തതാണ് അവരുടെ ബന്ധനത്തിനും ദുഃഖത്തിനും കാരണം. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് ലൗകികവും ഉപരിപ്ലവമായ തലത്തിൽ മാത്രവും. തങ്ങളെക്കുറിച്ചോ ഈ ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും പിന്നിലുള്ള സത്യത്തെക്കുറിച്ചോ അവർ ഗഹനമായി ചിന്തിക്കുന്നില്ല. എനിക്ക് ശക്തിയും ജ്ഞാനവും തന്ന് അനുഗ്രഹിക്കൂ എന്ന് തുളസീദാസ്ജി പ്രാർത്ഥിക്കുന്നു. ഈ ജ്ഞാനം എന്ത് കർത്തവ്യം നിറവേറ്റും? ഹരഹു കളേസ് ബിക്കാര്. ഈ ജ്ഞാനത്തിന് മാത്രമേ എൻ്റെ വിഷമതകളെ ദൂരീകരിക്കാൻ കഴിയൂ. നമ്മൾ ഭയപ്പെടുന്നതും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ മാറ്റം, പരിവർത്തനം ആണ് വികാര്. കളേസ് എന്നതുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ദുരിതത്തിന് കാരണമാകുന്ന ക്ലേശങ്ങളും പ്രതിലോമ പ്രവണതകളുമാണ്. പതഞ്ജലി യോഗസൂത്രങ്ങൾ 5 തരം ക്ലേശങ്ങളെ ഇനം തിരിച്ച് പറഞ്ഞിരിക്കുന്നു. അവിദ്യ, അതായത് അജ്ഞാനം; അസ്മിത, അതായത് അഹങ്കാരം; രാഗം, അതായത് ഇഷ്ടങ്ങൾ; ദ്വേഷം, അതായത് അനിഷ്ടങ്ങൾ; അഭിനിവേശം, അതായത് മരണം. അസ്മിത മുതൽ അഭിനിവേശം വരെയുള്ള 4 അജ്ഞാനത്തിൻ്റെ സന്തതികളാണ്. എല്ലാവരും ഈ പഞ്ചക്ലേശങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ കൂടുന്നതിനനുസരിച്ച് നാം കൂടുതൽ അസന്തുഷ്ടരാകുന്നു. നാം ആശിച്ചവ നമുക്ക് കിട്ടിയാൽ സന്തോഷമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തവ കൈവശം വന്നു ചേർന്നാൽ അത് നമ്മെ അസന്തുഷ്ടരാക്കുന്നു. എന്നിരുന്നാലും നാം ഇഷ്ടപ്പെടുന്ന വ്യക്തികളും വസ്തുക്കളും സ്ഥലങ്ങളും മാത്രം നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കുക എന്നത് അസംഭവ്യമാണ്. ഇപ്രകാരം കൂടുതൽ ദുഃഖങ്ങൾ നാം സ്വയം ഉണ്ടാക്കുന്നു. നാം ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ ഒന്നും ശാശ്വതങ്ങളല്ല. മാത്രമല്ല, അവയെ സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും വേണ്ടി നമുക്ക് കഷ്ടപ്പെടേണ്ടിയും വരുന്നു. എന്നാൽ കൂടുതൽ ദുഃഖങ്ങളും സമ്മർദ്ദങ്ങളുമാണ് ഇവ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഹനുമാനെ ഉപാസിക്കുന്നതിലൂടെ ഈ പഞ്ചക്ലേശങ്ങളിൽ നിന്ന് മുക്തരാവാൻ നമുക്ക് സാധിക്കുമെന്ന് സന്ത് തുളസീദാസ്ജി പറയുന്നു. ബുദ്ധിഹീന് തനുജാനിക്കേ. ഞാൻ വിവേകമില്ലാത്ത അജ്ഞാനിയാണ്. ഞാൻ ശരീരം മാത്രമാണെന്ന് ചിന്തിക്കുന്നതാണ് അജ്ഞാനം. ശരീരം ജഡമാണ്. ജീവനില്ലാത്തതിനാൽ അതിന് സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവുമില്ല. ഈ ജഡദേഹത്തെ ഭഗവാൻ ചൈതന്യവത്താക്കുകയും അതിൽ അവിടുത്തെ തേജസ് കിനിഞ്ഞിറങ്ങുകയും ചെയ്യുമ്പോഴേ അത് സജീവവും പ്രവർത്തനക്ഷമവും ആവുകയുള്ളൂ. അതിനാൽ ഈ ശരീരത്തിന് പരമപ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഭഗവാനെ വിസ്മരിക്കുന്നവർ ബുദ്ധിഹീനന്മാർ തന്നെ. ചുരുക്കത്തിൽ തൻ്റെ ഗുരുവിനെ സേവിക്കുന്നതിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതാണ്. മനസ്സ് ശുദ്ധമായാൽ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ഭഗവാന്റെ മാഹാത്മ്യത്തെ സ്തുതിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയെല്ലാം തന്നെ ലഭിക്കും. എല്ലാ ദുഃഖങ്ങളും അപ്രത്യക്ഷമാവുകയും അജ്ഞാനം അകലുകയും ചെയ്യും. അങ്ങനെയാണ് തുളസീദാസ്ജി പ്രാർത്ഥിക്കുന്നത്. ഹനുമാൻ വായുദേവന്റെ പുത്രനാണ്. സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വായു എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്നു. ഉദാഹരണത്തിന്, ജനലുകളും വാതിലുകളും അടച്ചിട്ട ഒരു മുറിയിലേക്ക് നാം പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാത്ത അസഹ്യത അനുഭവപ്പെടും. ജനലുകൾ തുറന്നിട്ടാൽ ഉടൻ തന്നെ വായു അകത്ത് പ്രവേശിച്ച് മുറിയെ ശുദ്ധമാക്കുന്നു. അതിനാൽ വായു ഭഗവാനെ സർവ്വതിനെയും ശുദ്ധമാക്കുന്ന ശക്തിയായി നാം ഗണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായ ഹനുമാൻജിയും എല്ലായിടത്തും സഞ്ചരിച്ച് അന്തരീക്ഷത്തെ പരിശുദ്ധമാക്കുന്നു. അദ്ദേഹത്തോട് ബന്ധപ്പെടുന്ന വ്യക്തികളും ശുദ്ധീകരിക്കപ്പെടുന്നു. മാത്രമല്ല, വായു സർവദാ നിശബ്ദമായി നമുക്ക് സേവനമേകുന്നു. സൂര്യൻ പകൽ സമയത്ത് നമ്മെ സേവിക്കുന്നു. രാത്രിയിൽ ചന്ദ്രൻ ഭൂമിയെ പ്രകാശമാനമാക്കുന്നു. അവ സന്നിഹിതമായിരിക്കുമ്പോൾ നാം അവയെ കാണുന്നു. അവ അപ്രത്യക്ഷമാകുമ്പോൾ അവയുടെ അസാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ വായു രാവും പകലും തുടർച്ചയായി നമ്മെ സേവിക്കുന്നു. മാത്രമല്ല, അത് നമുക്കുള്ളിൽ ജീവവായു അഥവാ പ്രാണനായി പ്രവർത്തിക്കുന്നു. അതില്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിക്കുക തന്നെ ചെയ്യും. അദൃശ്യനായ വായു യാതൊരു ഗർവവും നാട്യവുമില്ലാതെ നിശബ്ദമായി നമ്മുടെ സേവനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും അതിനെ അവഗണിക്കുന്നു. വായുവിന് അഹന്തയോ മമതയോ ഒട്ടും തന്നെയില്ല. അത് നിസ്വാർത്ഥമായി നമ്മെ സേവിക്കുന്നു.
പവനനെ പോലെ തന്നെ പവനകുമാരനായ ഹനുമാനും തൻ്റെ ജീവിതകാലമാകമാനം ശ്രീരാമചന്ദ്രനെ സേവിച്ചു. ഹനുമാനിൽ അഹങ്കാരമോ ധിക്കാരമോ ദുരഭിമാനമോ ഇല്ല തന്നെ. ഭക്തിയോടും വിനയത്തോടും കൂടി നിരന്തരം ഭഗവാനെ സേവിക്കണം എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ ഗുണങ്ങളെല്ലാമാണ് നാം സ്വായത്തമാക്കേണ്ടത്. അഭിനന്ദനമോ പ്രതിഫലമോ പ്രതീക്ഷിക്കാതെ വിനയത്തോടെ അർപ്പിത മനസ്കരായി നമുക്കും സദാ സർവരെയും നിശബ്ദമായി സേവിക്കാം. ഹനുമാൻ ജ്ഞാന ഗുണസാഗർ ജയ് കപീസ് തിഹു ലോക ഉജാഗർ. ജ്ഞാനത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും സാഗരമായ ശ്രീ ഹനുമാൻ വിജയിച്ചാലും 3 ലോകങ്ങളെയും തൻ്റെ യശസ് കൊണ്ട് ഉയർത്തുവാൻ കഴിവുള്ള വാനരശ്രേഷ്ഠനായ ശ്രീ ഹനുമാൻ വിജയിച്ചാലും. ശ്രീ ഹനുമാൻ രാമഭക്തനും ദാസനുമാണ്. വാനരന്മാരിൽ ശ്രേഷ്ഠനാണ്. അതിനാൽ കപീഷ് എന്നറിയപ്പെടുന്നു. വാനരകുലത്തിൽ ജന്മമെടുത്ത സാക്ഷാൽ പരമശിവന്റെ അവതാരമാണ്. ശ്രീ ഹനുമാൻ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യരെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുണർത്തുവാൻ കെൽപ്പുള്ളവനാണ്. അഥവാ ഈ കെൽപ്പ് ശ്രീരാമഭക്തനും ദാസനുമായ ശ്രീ ഹനുമാന് മാത്രമേയുള്ളൂ എന്ന് സാരം. അങ്ങനെയുള്ള സദ്ഗുണസമ്പന്നനും ജ്ഞാനികളിൽ അഗ്രഗണ്യനും 3 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനുമായ ശ്രീ ഹനുമാൻ വിജയിക്കട്ടെ എന്ന് കവി പ്രാർത്ഥിക്കുന്നു. രാമദൂത് അതുലിത ബലധാമ അഞ്ജനി പുത്ര പവന സുത നാമ. അങ്ങ് ശ്രീരാമദൂതനും അതുല്യ ബലശാലിയുമാണ്. അഞ്ജനാപുത്രൻ, പവനസുതൻ എന്നീ പേരുകളാൽ വിഖ്യാതനുമാണ്. ശ്രീ ഹനുമാൻ ശ്രീരാമദേവന്റെ വിശ്വസ്ത ദൂതനാണ്, ഭക്തനാണ്, അതുല്യ ബലശാലിയാണ്, അഞ്ജനാപുത്രനാണ്. എല്ലാ മഹാന്മാർക്കുമുള്ളതുപോലെ അനേകം നാമങ്ങൾ ഇദ്ദേഹത്തിനുമുണ്ട്. മഹാബീര വിക്രമ ബജരംഗി കുമതി നിവാര സുമതി കേ സംഗി. മഹാവീരനും പരാക്രമശാലിയും വജ്രം പോലെ ഉറച്ച ശരീരമുള്ളവനും ദുർബുദ്ധി നിവാരകനും സദ്ബുദ്ധി പ്രചാരകനുമായ ശ്രീ ഹനുമാൻ വിജയിക്കട്ടെ. ശ്രീ ഹനുമാൻ സുഗ്രീവന്റെ സൈന്യത്തിലെ മഹാവീരനും പരാക്രമിയുമായ വാനര നേതാവാണ്. ത്യാഗം, ദയ, വിദ്യ, ദാനം, യുദ്ധം എന്നിവയിൽ നിപുണനാണ്. പരാക്രമിയും അജയ്യനുമാണ്. ഭക്തജനങ്ങളുടെ ഹിതൈഷിയാണ്. രാമഭക്തനായതിനാൽ ദുർബുദ്ധിനാശകനും സദ്ബുദ്ധി പ്രചാരകനുമാണ്. ഭക്തജനങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനും സദ്വൃത്തിയിലേക്ക് നയിക്കുന്നവനുമാണ്. അങ്ങനെയുള്ള ശ്രീ ഹനുമാൻ എന്നെന്നും നമ്മളിൽ അനുഗ്രഹാശംസകൾ ചൊരിഞ്ഞുകൊണ്ട് വിജയിക്കട്ടെ എന്ന് കവി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാഞ്ചന ഭരണ ബിരാജ സുവേശ കാനന കുണ്ടല കുഞ്ചിത് കേശ. സ്വർണ്ണ നിറത്തോടു കൂടിയവനും വിശേഷപ്പെട്ട വേഷവിധാനങ്ങൾ അണിഞ്ഞവനും കർണകുണ്ഡലങ്ങളാലും നീണ്ട് ചുരുണ്ട കേശപാശങ്ങളോടു കൂടിയവനുമായ ശ്രീ ഹനുമാൻ വിജയിക്കട്ടെ. ശ്രീ ഹനുമാന്റെ രൂപവർണ്ണനയാണ്. ശ്രീ ഹനുമാന്റെ ശരീരം സ്വർണ്ണ വർണ്ണമാണ്. ഓർമ്മിക്കുക, ശ്രീരാമന്റെ ദേഹം കറുപ്പാണ്. ശ്രീ ഹനുമാന്റെ കർണങ്ങൾ സ്വർണ്ണ കുണ്ടലങ്ങളാൽ ശോഭിതമാണ്. അദ്ദേഹത്തിന് നീണ്ട് ചുരുണ്ട സുന്ദരമായ മുടിയാണുള്ളത്. ഇത്തരത്തിലെല്ലാം സുന്ദരന്മാരിൽ സുന്ദരനായ ശ്രീ ഹനുമാൻ എന്നെന്നും വിജയിക്കട്ടെ എന്ന് കവി പ്രാർത്ഥിക്കുന്നു. ഹാത്ത് ബ്രജ് ഔർ ധ്വജാ ബിരാജേ കാന്ധേ മൂഞ്ച് ജനേയു സാജേ. ഒരു കൈയിൽ വജ്രായുധവും, അതായത് വജ്രം പോലെ ഉറപ്പേറിയ ഗദയും, മറുകൈയിൽ ധർമ്മത്തിൻ്റെ പ്രതീകമായ കൊടിയും ധരിച്ചിരിക്കുന്നു. തോളിൽ പുല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പൂണൂല് കിടക്കുന്നു. സാമുദ്രിക ശാസ്ത്രപ്രകാരം വജ്രായുധവും ധ്വജവും മഹാപുരുഷന്മാരുടെ എന്നെന്നും അവർ നേടിയെടുത്ത വിജയത്തിൻ്റെ ചിഹ്നങ്ങളാണ്. മൂഞ്ച് എന്ന് പറഞ്ഞാൽ ശാഖകളില്ലാത്ത ചെറിയ ഇലകളുള്ള നീണ്ട ഒരു പുൽച്ചെടിയാണ്. ഇതുകൊണ്ടുള്ള പൂണൂൽ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൻ്റെ പ്രതീകമാണ്. ശ്രീ ഹനുമാൻ ഇപ്രകാരമുള്ള സർവ ലക്ഷണങ്ങളും ഉള്ള ഉത്തമനാണെന്ന് സാരം.
शंकर सुवन केसरी नंदन तेज प्रताप महाजगबंदन. ശ്രീശങ്കരന്റെ അവതാരവും കേസരി പുത്രനും തേജസ്വിയും പ്രതാപിയും ലോകവാസികളാൽ വന്ദിതനുമായ ശ്രീഹനുമാൻ വിജയിക്കട്ടെ. ശ്രീഹനുമാനെ ശ്രീശങ്കരന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹം കേസരിയുടെ പുത്രനാണ്. മഹാ തേജസ്വിയും സർവവന്ദിതനുമാണ്. തേജസ്സാണ് ജീവന് ആധാരം. അതിനാൽ എല്ലാവരും തേജസ്സുള്ളവരെ നമിക്കുന്നു. ഇത് ലോകധർമ്മം. അവസാന കാലത്ത് ദേഹത്തിൽ നിന്ന് തേജസ് വിട്ടകലുകയും ശൂന്യാകാശത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. विद्यावान गुणी अति चातुर राम काज करिबे को आतुर. അങ്ങ് സകല വിദ്യാസദ്ഗുണ സമ്പന്നനും അതിസമർത്ഥനുമാണ്. ശ്രീരാമദേവന്റെ കാര്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നവനാണ്. അങ്ങനെയുള്ള ശ്രീഹനുമാൻ വിജയിക്കട്ടെ. ശ്രീഹനുമാൻ പണ്ഡിത കേസരിയാണ്. സകലകലാവല്ലഭനാണ്. സകല സദ്ഗുണങ്ങളുടെയും വിളനിലമാണ്. സകലർക്കും ഉപകാരിയാണ്. പ്രത്യേകിച്ച് ശ്രീരാമകാര്യങ്ങളിൽ മറ്റാർക്കുമില്ലാത്ത പ്രത്യേക താല്പര്യവുമുണ്ട്. കാരണം ശ്രീരാമാവതാരത്തിന്റെ മൂലഹേതു ഇദ്ദേഹത്തിന് മാത്രമേ അറിയൂ. प्रभु चरित्र सुनिबे को रसिया राम लखन सीता मन बसिया. എന്നെന്നും ശ്രീരാമന്റെ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള ശ്രീഹനുമാന്റെ മനസ്സിൽ സീതാരാമ ലക്ഷ്മണന്മാർ വസിക്കുന്നു. ശ്രീരാമഭക്തനായ ഹനുമാൻ എന്നും ശ്രീരാമ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവനായിരുന്നു. ആ കഥ അദ്ദേഹം എന്നും പാടി നടക്കുകയും പാടി കേൾക്കുകയും ചെയ്യുമായിരുന്നു. സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമന്റെ രൂപം ശ്രീഹനുമാൻ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. ശ്രീരാമനെ കണ്ടുമുട്ടിയ ശേഷം പിന്നീടെന്നും അദ്ദേഹം ശ്രീരാമന്റെ കൂടെ തന്നെ ആയിരുന്നു. അതേപോലെ സീതാരാമ ലക്ഷ്മണന്മാരുടെ ഹൃദയങ്ങളിലും ഹനുമാന് വിശേഷപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നു. सूक्ष्म रूप धरि सियहि दिखावा विकट रूप धरि लंग जरावा. ചെറിയ രൂപത്തിൽ, അതായത് യഥാർത്ഥ രൂപത്തിലല്ല എന്നർത്ഥം, ലങ്കയിൽ എത്തി സീതയെ കണ്ടു. പിന്നീട് വലിയ രൂപത്തിൽ ലങ്കയെ ചുട്ട് ഭസ്മമാക്കി. ശ്രീഹനുമാൻ അഷ്ടസിദ്ധി സമ്പന്നനാണ്. ആവശ്യാനുസരണം പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും. ശിവാംശമായതിനാൽ ആവശ്യാനുസരണം ചെറുതും വലുതുമാകാൻ അദ്ദേഹത്തിന് സാധിക്കും. കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യാദികളിൽപ്പെട്ട് ദുഷിച്ചുപോയ ലങ്കയെ ശുദ്ധീകരിക്കാനായിട്ടാണ് അദ്ദേഹം വികടരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അതിനെ അഗ്നിക്കിരയാക്കിയത്. അങ്ങനെയുള്ള ഇഷ്ടരൂപധാരിയും പരാക്രമിയുമായ ശ്രീ ഹനുമാൻ വിജയിക്കട്ടെ. भीम रूप धरि असुर संहारा रामचंद्र के कांच सवारा. അങ്ങ് ഉഗ്രരൂപിയായി അനേകം രാക്ഷസന്മാരെ വധിക്കുകയും ശ്രീരാമദേവനു വേണ്ടി ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ശ്രീഹനുമാൻ ശ്രീരാമദേവന്റെ ക്രിയാശക്തിയാണ്. അതിനാലാണ് യുദ്ധസമയത്ത് ഉഗ്രരൂപത്തിൽ പ്രത്യക്ഷപ്പെടാനും അനേകം രാക്ഷസന്മാരെ വധിക്കാനും സാധിച്ചത്. ഇതേ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം ലങ്കയിൽ പോവുകയും ശ്രീരാമ സന്ദേശം സീതാമാതാവിന് കൈമാറുക എന്ന ദൗത്യം വിജയകരമായി നിർവഹിക്കുകയും ചെയ്തു. ശ്രീഹനുമാന്റെ ജന്മം തന്നെ ശ്രീരാമദേവന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നു. लाए सजीवन लखन जियाए श्री रघुवीर हरसि उर लाए. ശ്രീഹനുമാൻ സഞ്ജീവനി മരുന്ന് കൊണ്ടുവന്ന് ലക്ഷ്മണനെ ജീവിപ്പിച്ചു. ഇതിൽ സന്തുഷ്ടനായ ശ്രീരാമൻ ശ്രീഹനുമാനെ ആലിംഗനം ചെയ്തു. ശ്രീ ഹനുമത് സ്തുതിയിൽ ലക്ഷ്മണ പ്രാണദാത എന്നൊരു വിശേഷണം കൂടിയുണ്ട്. രാമരാവണ യുദ്ധത്തിൽ മേഘനാഥന്റെ ബാണത്താൽ മോഹാലസ്യപ്പെട്ടുപോയ ലക്ഷ്മണനെ രക്ഷിക്കാനായി വൈദ്യനായ ശ്രീ സുഷേണന്റെ ഉപദേശപ്രകാരം സഞ്ജീവനി മരുന്നിനു വേണ്ടി വളരെ ക്ലേശങ്ങൾ സഹിച്ചാണ് ശ്രീഹനുമാൻ മരുത്വാമല തന്നെ ഉയർത്തിയെടുത്ത് കൊണ്ടുവന്നത്. ഇതിൽ അത്യധികം സന്തുഷ്ടനായ ഭഗവാൻ ഭക്തനായ ഹനുമാനെ
ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തു. അപൂർണതയ്ക്ക് പൂർണ്ണത കിട്ടിയ അപൂർവ നിമിഷം. रघुपति कीन्ही बहुत बढ़ाई, तुम मम प्रिय भरत ही समभाई. ശ്രീരാമദേവൻ സന്തോഷത്തോടെ ശ്രീഹനുമാനെ പ്രശംസിച്ചു. എൻ്റെ സഹോദരനായ ഭരതന് സമനാണ് നീയെന്ന് അനുഗ്രഹിച്ചു. ശ്രീഹനുമാന്റെ നിസ്വാർത്ഥ ഭക്തിയിൽ പ്രീതനായ ശ്രീരാമൻ ഹനുമാനെ ആലിംഗനം ചെയ്ത് അദ്ദേഹത്തെ വളരെയേറെ പുകഴ്ത്തി. സ്വന്തം സഹോദരനായ ഭരതന് സമനാണ് എന്ന് പറഞ്ഞു. ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനായി ശ്രീരാമന് മറ്റാരും ഇല്ല. കാരണം ശ്രീരാമൻ ഭരതനെ സ്തുതിക്കുന്ന സന്ദർഭം രാമായണത്തിലുണ്ട്. ലോകം മുഴുവൻ ശ്രീരാമനെ സ്തുതിക്കുമ്പോൾ ശ്രീരാമൻ സ്വയം ഭരതനെ സ്തുതിക്കുന്നു. ശ്രീരാമന് അത്രയ്ക്കും പ്രിയപ്പെട്ട ഭരതന് സമനായിട്ടാണ് ഇവിടെ ശ്രീഹനുമാൻ പ്രകീർത്തിക്കപ്പെടുന്നത്. सहस बदन तुम रोजस गावे, अस कही श्रीपति कंठ लगावे. 1000 മുഖങ്ങളുള്ള ആദിശേഷൻ അങ്ങയെ പ്രകീർത്തിച്ച് പാടും എന്നിങ്ങനെ ആശംസകൾ ചൊരിഞ്ഞുകൊണ്ട് വിഷ്ണു സ്വരൂപനായ ശ്രീരാമൻ ഹനുമാനെ ആലിംഗനം ചെയ്തു. ശ്രീഹനുമാന്റെ കീർത്തി ഭൂലോകത്ത് മാത്രമല്ല സ്വർഗലോകത്തും പാതാളലോകത്തും വാഴ്ത്തപ്പെടുന്നു. 1000 മുഖങ്ങളുള്ള ആദിശേഷനാൽ പ്രകീർത്തിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ 1000 നാവുകളാൽ ആ കീർത്തി നാടെങ്ങും പ്രചരിക്കട്ടെ എന്നാണ് അർത്ഥം. सनकादिक ब्रह्मादि मुनीसा, नारद सारद सहित अहिसा. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ തുടങ്ങിയ മുനിജനങ്ങൾ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവഗണങ്ങൾ, യമൻ, കുബേരൻ എന്നീ ദിക്പാലകർ, നാരദൻ, സരസ്വതി, ആദിശേഷൻ തുടങ്ങിയ എല്ലാ മഹത്തുക്കളും ശ്രീഹനുമാനെ പ്രകീർത്തിക്കുന്നതിൽ പരാജയമടയുമ്പോൾ ഭൂലോക ജീവികളായ വിദ്വാൻമാർക്കും കവികൾക്കും അങ്ങയെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? ശ്രീഹനുമാൻ ഭൂമണ്ഡലത്തിൽ മാത്രമല്ല 3 ലോകങ്ങളിലും പ്രസിദ്ധനാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ മേന്മയെ വാഴ്ത്തിപ്പാടുന്നു. जम कुबेर दिक्पाल जहाते, कभी को बिद कही सके कहाते. യമൻ, കുബേരൻ തുടങ്ങിയ ദിക്പാലകന്മാർ പുകഴ്ത്തിപ്പാടുന്ന ശ്രീഹനുമാന്റെ മഹത്വങ്ങൾ ഈ ലോകത്തിലെ മഹാന്മാർക്ക് പോലും വർണ്ണിക്കാൻ കഴിയുന്നതല്ല. ശ്രീഹനുമാന്റെ മഹത്വം അവർണ്ണനീയമാണ്. ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല. എത്രമാത്രം വർണ്ണിച്ചാലും അത് അപൂർണമായിരിക്കും. ത്രിലോകങ്ങളിലെ എല്ലാ മഹാരഥന്മാരും വർണ്ണിച്ചിട്ടും ഇന്നും ആ വർണ്ണന പൂർണ്ണമായിട്ടില്ലെന്ന് സാരം. तुम उपकार सुग्रीव ही कीन्हा, राम मिलाय राजपत दीहा. അങ്ങ് വാനര രാജാവായ സുഗ്രീവന് വളരെയേറെ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തെ ഭഗവാൻ ശ്രീരാമദേവന്റെ മിത്രമാക്കി മാറ്റി. നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്തു കൊടുത്തു. ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് ഒളിച്ച് താമസിച്ചിരുന്ന സുഗ്രീവനെ ശ്രീരാമനുമായി കൂട്ടിമുട്ടിക്കുവാനും തമ്മിൽ സന്ധി ചെയ്യിക്കുവാനും ഇടയാക്കിയത് ശ്രീഹനുമാനാണ്. സന്ധിപ്രകാരം രാമൻ ബാലിയെ വധിച്ച് സുഗ്രീവന് നഷ്ടപ്പെട്ട രാജ്യം നൽകി. പകരം സുഗ്രീവൻ വാനരപ്പടയെയും നേതാവായി ശ്രീഹനുമാനെയും നിയോഗിച്ച് സീതയെ കണ്ടുപിടിച്ച് ശ്രീരാമന് നൽകി. എല്ലാറ്റിനും മധ്യസ്ഥനായി നിന്നത് ശ്രീഹനുമാനാണ്. तुमरो मंद्र विभीषण माना, लंकेश्वर भय सब जग जाना. അങ്ങയുടെ ഉപദേശം സ്വീകരിച്ചത് മൂലമാണ് വിഭീഷണൻ ലങ്കയിലെ രാജാവായതെന്ന സത്യം ലോകത്തിൽ എല്ലാവർക്കും അറിയാം. ശ്രീരാമനെ ശരണം പ്രാപിക്കുന്നതിൽ രാവണ സഹോദരനായതിനാൽ വിഭീഷണന് ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു. ആ സംശയം തീർത്തു കൊടുത്തത് ശ്രീഹനുമാനായിരുന്നു. ഹനുമാന്റെ ഉപദേശപ്രകാരമാണ് വിഭീഷണൻ ശ്രീരാമനെ ശരണം പ്രാപിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് രാവണവധത്തിനു ശേഷം വിഭീഷണൻ ലങ്കയിലെ രാജാവായി തീർന്നത്. जुग सहस्र जो जन पर भानु, लील्यो त्याहि मधुर फल ജാനോ. അല്ലയോ ശ്രീ ഹനുമാൻ സ്വാമി,
ജനിച്ച ഉടനെ തന്നെ അങ്ങ് 2000 മൈൽ അകലെയുള്ള സൂര്യനെ മധുരഫലമാണെന്ന് കരുതി ചാടിപ്പിടിച്ച് വിഴുങ്ങാൻ ശ്രമിച്ചു. ശ്രീ ഹനുമാന്റെ മഹത്വം വാഴ്ത്തുന്നതിനിടയിൽ ഈ കഥ കവി ഇവിടെ എടുത്തു പറയുകയാണ്. ശ്രീ ഹനുമാൻ അഷ്ടസിദ്ധി കൈവരിച്ച മഹാനാണ്. എത്ര ഉയരത്തിൽ പറക്കാനും ശരീരത്തെ ഇഷ്ടം പോലെ ചെറുതാക്കാനും വലുതാക്കാനും അദ്ദേഹത്തിന് കഴിയും. ശ്രീ ശങ്കരാംശമായതിനാലും ശ്രീരാമഭക്തനായതിനാലും അദ്ദേഹത്തിന് സകല സിദ്ധികളും സ്വായത്തമായിരുന്നു. प्रभु मुद्रिका मेली मुख माही जलधि लांकी गए अचरच नाही. ശ്രീ ഹനുമാന് ശ്രീരാമദേവൻ നൽകിയ മുദ്രമോതിരം വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്നു. അങ്ങയുടെ അപാര ശക്തിയെ അറിയാവുന്നവർക്ക് ഇതിൽ അതിശയം തോന്നുകയില്ല. സാധാരണക്കാർക്ക് സാധിക്കാത്തത് അസാധാരണക്കാർക്ക് സാധിക്കും. ശ്രീ ഹനുമാൻ അഷ്ടസിദ്ധി കൈവരിച്ച മഹാനാണ്. ഉയരത്തിൽ പറക്കാനും ശരീരത്തെ ഇഷ്ടം പോലെ ചെറുതാക്കാനും വലുതാക്കാനും അദ്ദേഹത്തിന് കഴിയും. അതാണല്ലോ സൂര്യൻ്റെ നേർക്ക് അദ്ദേഹം ചാടിയത്. അതേ സാമർഥ്യം തന്നെയാണ് സീതാദേവിയെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി മഹാസമുദ്രം ചാടിക്കടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. दुर्गम काज जगत के जेते सुगम अनुग्रह तुमरे ते. ലോകത്തിൽ പരിഹരിക്കാൻ വിഷമമുള്ള ഏതൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതൊക്കെ അങ്ങയുടെ കൃപ കൊണ്ട് എളുപ്പം പരിഹരിക്കപ്പെടുന്നു. ജീവിതത്തിൽ പരിഹരിക്കാൻ വിഷമമുള്ള ലൗകികവും അലൗകികവുമായ അനേകം കാര്യങ്ങളുണ്ട്. അവ പരിഹരിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. അനുഗ്രഹിക്കുന്ന ഭഗവാന്മാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശ്രീ ഹനുമാനാണ്. ഏത് വിഷമം പിടിച്ച പ്രശ്നവും അദ്ദേഹം ക്ഷണനേരം കൊണ്ട് പരിഹരിക്കുന്നു. അതിന് ശ്രീ ഹനുമാന്റെ അനുഗ്രഹം മാത്രം മതിയെന്ന് ഈ ശ്ലോകം പറയുന്നു. കാമദ്വാരേ തും രഖവാരേ ഹോത് ന ആജ്ഞാ ബിനു പൈസാരേ. അങ്ങയുടെ അനുവാദമില്ലാതെ രാമകവാടത്തിൽ കടക്കാൻ കഴിയുകയില്ല. കാരണം കാവൽക്കാരൻ അങ്ങാണ്. ശ്രീരാമന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ആദ്യം അങ്ങയുടെ അനുഗ്രഹം നേടണമെന്ന് സാരം. ശ്രീരാമൻ സാക്ഷാൽ ജഗദീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ ഗൃഹം മോക്ഷഗൃഹം. അതിൻ്റെ കാവൽക്കാരൻ ശ്രീ ഹനുമാൻ. മോക്ഷഗൃഹത്തിൽ പ്രവേശിക്കണമെങ്കിൽ കാവൽക്കാരൻ്റെ അനുവാദം വേണം. ശ്രീ ഹനുമാനെ ഭജിക്കാതെ സന്തോഷപ്പെടുത്താതെ ശ്രീരാമ ദർശനം സാധ്യമല്ല. ശ്രീരാമനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ശ്രീ ഹനുമാനെ ദർശിച്ച് അനുഗ്രഹവും അനുവാദവും വാങ്ങണമെന്ന് സാരം. പുരുഷാർത്ഥം 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ മോക്ഷം മാത്രമേ ഭഗവാൻ ശ്രീരാമനിൽ നിന്ന് ലഭിക്കൂ. ബാക്കി 3 ശ്രീ ഹനുമാന്റെ കൃപ കൊണ്ട് മാത്രമേ ലഭിക്കൂ. സബ് സുഖ ലഹേ तुम्हारी सरना तुम रक्षक काहू को डरना. അങ്ങയെ ആശ്രയിച്ചാൽ സകല സുഖങ്ങളും ലഭിക്കും. അങ്ങ് സംരക്ഷകനായിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ ഭയപ്പെടണം? ശ്രീ ഹനുമാനെ പ്രാപിച്ചാൽ എല്ലാ തരത്തിലുമുള്ള ഭയങ്ങൾ ഐഹികം, ദൈവികം, ഭൗതികം ഒന്നൊഴിയാതെ കഴിഞ്ഞു പോകും. അതോടൊപ്പം 3 പ്രകാരത്തിലുള്ള ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം എന്നീ സുഖങ്ങൾ സുലഭമായി തീരുകയും ചെയ്യും. ശ്രീ ഹനുമാൻ സുഖസങ്കേതമാണ്. എല്ലാ തരത്തിലുമുള്ള സുഖങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും. ഇവിടെ സുഖമെന്നതിൻ്റെ അർത്ഥം ആത്യന്തികമായ സുഖം, സായുജ്യം എന്നാണ്. ആ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ എല്ലാവിധ ദുഃഖങ്ങളും അവസാനിക്കുകയും പരമമായ ശാന്തി ലഭിക്കുകയും ചെയ്യും. आपन तेज संहारो आपे तीनों लोक हांकते कापे. അങ്ങയുടെ തേജസ്സിനെ അങ്ങേക്ക് മാത്രമേ നിയന്ത്രിക്കാനാവൂ. അങ്ങയുടെ അട്ടഹാസത്തിൽ 3 ലോകങ്ങളും വിറയ്ക്കുന്നു. ശ്രീ ഹനുമാന്റെ അപാരമായ ശക്തി വിശേഷത്തെ വർണ്ണിക്കുന്നു ഇവിടെ. അദ്ദേഹത്തിൻ്റെ തേജസ്സിനെ അദ്ദേഹത്തിനല്ലാതെ ത്രിലോകങ്ങളിലെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ദേവന്മാരും മനുഷ്യരും രാക്ഷസന്മാർ പോലും അദ്ദേഹത്തിൻ്റെ ശക്തിയെ നേരിടാനാകാതെ കുഴയുന്നു. ഗർജനം തന്നെ 3 ലോകങ്ങളെയും പ്രകമ്പനം കൊള്ളിക്കുന്നു.
भूत पिशाच निकट नहीं आवे, महावीर जब नाम सुनावे. മഹാവീരൻ എന്ന അങ്ങയുടെ നാമം കേട്ട ഉടനെ തന്നെ ഭൂത പ്രേത പിശാചുക്കൾ പേടിച്ച് സമീപം വരികയില്ല. ശ്രീ ഹനുമാന്റെ നാമം കേട്ട ഉടനെ ഭൂതപ്രേതാദികൾ ഓടി ഒളിക്കുന്നു. ഈ മന്ത്രം ജപിക്കുന്ന മനുഷ്യരുടെ അടുത്ത് അവർ വരികയില്ല. ചുരുക്കത്തിൽ ശ്രീ ഹനുമാന്റെ നാമം ഉച്ചരിക്കുന്നതോടെ എല്ലാ ഭയവും ഓടി ഒളിക്കുന്നു എന്ന് സാരം. नासे रोग हरे सब पीरा, जप निरंतर हनुमत बीरा. വീരനായ ശ്രീ ഹനുമാന്റെ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ രോഗങ്ങൾ നശിക്കുകയും സകല ദുരിതങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇവിടെ രോഗങ്ങൾ എന്നത് ഭവസാഗര രോഗങ്ങൾ എന്നും ദുരിതങ്ങൾ എന്നത് ഐഹിക, ദൈവിക, ഭൗതിക ദുരിതങ്ങളെന്നും അർത്ഥമാകുന്നു. ഇവയെല്ലാം ഹനുമത് നാമജപത്താൽ ദൂരെയാകുന്നു. संकट ते हनुमान चुढ़ावे, मन क्रम वजन ध्यान जो लावे. മനസാ വാച കർമ്മണ ആര് ശ്രീ ഹനുമാനെ ധ്യാനിക്കുന്നുവോ അയാളുടെ സകല ദുരിതങ്ങളും ശ്രീ ഹനുമാൻ ഇല്ലാതാക്കുന്നു. മനസ്സിൽ ശ്രീ ഹനുമാനെക്കുറിച്ച് സദാ ചിന്തിക്കുകയും വാക്കുകളാലും പ്രവർത്തികളാലും പ്രകടമാക്കുകയും ചെയ്യുന്ന ഭക്തന്റെ സകല ബുദ്ധിമുട്ടുകളും ശ്രീ ഹനുമാൻ ഇല്ലാതാക്കുന്നു. മനസ്സിൽ ഒന്ന് ചിന്തിക്കുകയും വാക്കിലൂടെ മറ്റൊന്ന് പറയുകയും പ്രവൃത്തിയിൽ അത് മൂന്നാമത്തേതായി വരികയും ചെയ്യുമ്പോൾ അവൻ ദുഷ്ടബുദ്ധിയായി മാറുന്നു. അവന്റെ ദുരിതങ്ങൾ ഒരിക്കലും തീരുകയില്ലെന്ന് സാരം. സബ് പര രാമ തപസ്വി രാജാ, തിനകെ കാജ് സകൽ തും സാജാ. തപസ്വിയായ ശ്രീരാമൻ ഭൂലോകനാഥനാണ്. അങ്ങനെയുള്ള സ്വാമിയുടെ എല്ലാ കാര്യങ്ങളും അങ്ങാണ് പൂർത്തീകരിക്കുന്നത്. രാമായണത്തിൽ പിതാവാണ് തനിക്ക് കാനനവാസ സൗഭാഗ്യം നൽകിയതെന്ന് ശ്രീരാമൻ പറയുന്നുണ്ട്. അതനുസരിച്ച് ശ്രീരാമൻ വനത്തിലെ രാജാവാണ്. അവിടെ ശ്രീ ഹനുമാനാണ് ശ്രീരാമൻ്റെ വിശ്വസ്ത സേവകൻ. സ്വാമിയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നതിൻ്റെ ശ്രേയസ് ശ്രീ ഹനുമാനാണെന്നത് സത്യമാണ്. और मनोरथ जो कोई लावे, सोई अमित जीवन फल पावे. ആരെങ്കിലും ഏതെങ്കിലും ആഗ്രഹവുമായി അങ്ങയെ സമീപിച്ചാൽ അയാളുടെ ആഗ്രഹം സാധിക്കപ്പെടുന്നു. അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു. അയാൾക്ക് ഭക്തിയും മുക്തിയും ലഭിക്കുന്നു. രാമായണത്തിൽ അന്യത്ര പറയുന്നു, സീതാരാമന്മാരുടെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചാൽ ഭക്തിയും മുക്തിയും ലഭിക്കുന്നു എന്ന്. അമിത് ജീവൻ ഫല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഈ വിശിഷ്ടമായ പദവി നേടിത്തരുവാനുള്ള കഴിവ് ശ്രീ ഹനുമാന് മാത്രമേയുള്ളൂ എന്നതാണ് സത്യം. चारो जुग परताप तुम्हारा, हे प्रसिद्ध जगत उजिहारा. 4 യുഗങ്ങളിലും, അതായത് സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം, അങ്ങയുടെ കീർത്തി എന്നെന്നും ലോകത്തിന് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും. ഇത് ലോക പ്രസിദ്ധമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും രാത്രി സമയത്ത് ഈ 4 യുഗങ്ങളും വന്നും പോയും കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അനുഭവം ശ്രീ ഹനുമാൻ ദ്വാര സിദ്ധിക്കുന്നു. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നീ 4 അവസ്ഥകളിലും അങ്ങ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. साधु संत के तुम रखवारे, असुर निकंत राम दुलारे. അങ്ങ് സന്യാസിമാരെയും സന്തന്മാരെയും സംരക്ഷിക്കുന്നവനാണ്. രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നവനാണ്. ശ്രീരാമദേവന് ഏറെ പ്രിയപ്പെട്ടവനുമാണ്. ശ്രീ ഹനുമാൻ ശ്രീരാമദേവന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ പ്രീതിപ്പെടുത്തുന്നതിന് മുൻപ് ആദ്യം ശ്രീ ഹനുമാനെ പ്രീതിപ്പെടുത്തണമെന്ന് സാരം. अष्ट सिद्धि नौ दिथि के धाता, असवर दीन जानकी माता.
മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വേണ്ട ശക്തിയോടൊപ്പം അഷ്ടസിദ്ധികളും നവനിധികളും സീതാമാതാവ് അങ്ങേക്ക് നൽകി. രുദ്രാവതാരമായതിനാൽ അഷ്ടസിദ്ധികളും നവനിധികളും ജന്മനാൽ തന്നെ ശ്രീഹനുമാന് ലഭിച്ചിരുന്നു. ആ ഗുണങ്ങളെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള ശക്തിയും സീതാമാതാവ് ശ്രീഹനുമാന് നൽകിയെന്ന് സാരം. राम रसायन तुम्हरे पासा, सदा रहो रघुपति के दासा. അങ്ങ് വളരെ കാലമായി ശ്രീരാമദാസനായി കഴിയുന്നു. ശ്രീരാമനാമം ക്രമമായി നിരന്തരം ജപിക്കുന്നു. അതിനാൽ രാമനാമമെന്ന ലേഹ്യം എന്നും അങ്ങയുടെ കൈവശം തന്നെ ആയിരുന്നു. സാധാരണ മരുന്ന് വളരെയേറെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ലേഹ്യമായി മാറുന്നത്. അതിനാൽ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ശ്രീരാമനാമം ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലി അതൊരു വിശേഷപ്പെട്ട ലേഹ്യം പോലെയായി തീർന്നിരിക്കുന്നു. അതിനാൽ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. ഔഷധ സേവനം കൊണ്ട് ഉദ്ദേശിച്ച ഫലം തീർച്ചയായും ലഭിക്കും. तुम्हारे भजन राम को पावे, जन्म जन्म के दुख बिसरावे. അങ്ങയെ ഭജിക്കുന്നത് കൊണ്ട് ശ്രീരാമനെ തന്നെ ലഭിക്കുന്നു. ജന്മജന്മാന്തര ദുഃഖങ്ങൾ മറക്കുന്നു. അവയിൽ നിന്നും മോചനം ലഭിക്കുന്നു എന്ന് സാരം. ഭജിക്കുക എന്നതുകൊണ്ട് ഇവിടെ സേവനമാണ് ഉദ്ദേശിക്കുന്നത്. സേവനം 2 തരത്തിലുണ്ട്, സകാമം, നിഷ്കാമം. ഇവിടെ നിഷ്കാമത്തിനാണ് പ്രാധാന്യം. അതിന് നിസ്വാർത്ഥമായ സേവനം വേണം. ശ്രീഹനുമാന്റെ സേവനം ആ തരത്തിലുള്ളതാണ്. ശ്രീഹനുമാൻ ചെയ്യുന്ന ശ്രീരാമ സേവയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. अंधकाल रघुबरपुर जाए, जहाँ जन्म हरि भक्त कहाए. അവസാനം മരണം സംഭവിക്കുമ്പോൾ ഭക്തൻ ഭഗവാന്റെ അടുക്കൽ, അതായത് സ്വർഗലോകത്തിൽ എത്തുന്നു. വീണ്ടും ഒരു ജന്മം കൂടി അവന് ലഭിക്കുകയാണെങ്കിൽ അവൻ ശ്രീരാമ ഭക്തനായി വാഴ്ത്തപ്പെടുന്നു. ഭജനയുടെ അഥവാ സേവനത്തിൻ്റെ പരമമായ ലക്ഷ്യം ശ്രീരാമഭക്തി നേടുകയാണ്. പുനർജന്മമുണ്ടായാൽ പുണ്യസ്ഥലങ്ങളിൽ ജനിച്ച് ഹരിഭക്തനായി കാലം കഴിക്കാം. और देवता चित्त न धरई, हनुमत सेई सर्व सुख करई. അങ്ങയെ സേവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ദേവനെയും സേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശ്രീഹനുമാനെ മാത്രം സ്മരിച്ചാൽ മതി. സകല സുഖങ്ങളും തനിയെ തന്നെ വന്നു ചേരുന്നു. ശ്രീഹനുമാനെ സ്മരിക്കുന്നത് കൊണ്ട് അഷ്ടസിദ്ധികളും നവനിധികളും ലഭിക്കുന്നതിനോടൊപ്പം മോക്ഷം അഥവാ മോക്ഷമാർഗമായ ഭക്തി ലഭിക്കുന്നു. അതിനാൽ വേറെ മോക്ഷമാർഗം അന്വേഷിച്ച് അലഞ്ഞു തിരിയേണ്ടി വരുന്നില്ല. ഇതുമൂലം മോക്ഷത്തോടൊപ്പം മറ്റു പുരുഷാർത്ഥങ്ങളും, അതായത് ധർമ്മം, അർത്ഥം, കാമം എളുപ്പത്തിൽ കരഗതമാകാൻ സാധിക്കുന്നു. സകല സുഖങ്ങളും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികവും ആധ്യാത്മികവുമായ സകല സുഖങ്ങളും എന്നാണ്. ഇവയെല്ലാം ശ്രീ ഹനുമത് ഭക്തിയാൽ അനായാസമായി കൈവന്നു ചേരുന്നു എന്ന് സാരം. संकट कटे मिटे सब पीरा, जो सुमिरै हनुमत बलबीरा. അതുല്യ ബലവാനായ ശ്രീഹനുമാനെ സ്മരിക്കുന്നവരുടെ സകല ദുരിതങ്ങളും തനിയെ ഇല്ലാതാകുന്നു. അവൻ്റെ സകല പീഡകളും നശിക്കുന്നു. ജനന മരണ ദുഃഖങ്ങൾ അകറ്റാൻ ഭഗവാന് മാത്രമേ കഴിയൂ. ഭഗവാനാകട്ടെ ശ്രീഹനുമാൻ്റെ വശത്തുമാണ്. അതായത് ശ്രീഹനുമാനെ നിരന്തരം സ്മരിച്ചാൽ സകല ദുരിതങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ജനന മരണ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുമെന്ന് സാരം. जय 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 हनुमान गोसाई, कृपा करहु गुरुदेव की नाई. ശ്രീഹനുമാൻ സ്വാമി ജയിച്ചാലും 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 ഗുരു ശിഷ്യരോടെന്ന പോലെ എന്നെന്നും അനുഗ്രഹിക്കണമേ. ഗുരു ശിഷ്യരുടെ തെറ്റുകൾ ശ്രദ്ധിക്കാറില്ല, അവരുടെ ശരികൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അതേപോലെ എൻ്റെ തെറ്റുകൾ ശ്രദ്ധിക്കാതെ എന്നെ നേർവഴിക്ക് നയിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് കവി ശ്രീ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു. जो सत बार
पाठ कर जोई, छूट ही बंदी महासुख होई. ഏതൊരു വ്യക്തി ഈ ഹനുമാൻ ചാലിസ 100 പ്രാവശ്യം പാരായണം ചെയ്യുന്നുവോ അവൻ സകല ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടി പരമപദത്തെ പ്രാപിക്കുന്നു. ശ്രീ ഹനുമാൻ ചാലിസായുടെ മഹത്വം ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. സംസാര ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടാൻ ദിവസവും 100 പ്രാവശ്യം ഇത് പാരായണം ചെയ്യണമെന്ന് പറയുന്നു. കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് വേറെ വഴിയില്ല. जो यह पढ़े हनुमान चालीसा, होई सिद्धि साखी गौरीसा. ശ്രീ ഹനുമാൻ ചാലിസ എന്ന മഹത്തായ ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവന് സകല സിദ്ധികളും ലൗകികവും ആധ്യാത്മികമായ സകലതും ലഭിക്കുന്നു. ഭഗവാൻ ശ്രീ പരമശിവൻ ഇതിന് സാക്ഷിയാകുന്നു. ഭഗവാൻ ശ്രീ പരമശിവൻ സാക്ഷി എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഇതാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് തുളസീദാസൻ ശ്രീ ഹനുമാൻ ചാലിസ എന്ന ഗ്രന്ഥം എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ശ്രീ പരമശിവന്റെ പ്രത്യേക അനുഗ്രഹത്തിന് ഈ ഗ്രന്ഥം പാത്രമായിരിക്കുന്നുവെന്ന് സാരം. അതിനാൽ ശ്രീ ഹനുമത് ഭക്തി നേടാനുള്ള ഏക മാർഗം ഈ ഗ്രന്ഥത്തിൻ്റെ നിരന്തരമായ പാരായണമാണെന്ന് നിസ്സംശയം പറയാം. तुलसीदास सदा हरि चेरा, कीजे नाथ हृदय महाडेरा. അല്ലയോ നാഥനായ ശ്രീ ഹനുമാൻജി, തുളസീദാസൻ എന്ന ഞാൻ എന്നും ശ്രീരാമഭക്തനായിട്ടാണ് കഴിയുന്നത്. ഈ സത്യം മനസ്സിലാക്കി അങ്ങ് എന്നും എൻ്റെ ഹൃദയത്തിൽ തന്നെ വസിക്കണമേ. ശ്രീ ഹനുമാൻ ചാലിസ എന്ന ഈ ഗ്രന്ഥത്തിൽ ശ്രീ ഹനുമാന്റെ അപരിമേയമായ മഹത്വങ്ങൾ വാഴ്ത്തിപ്പാടിയ ശേഷം അവസാനം അദ്ദേഹം ഇഷ്ടദേവനായ ശ്രീ ഹനുമാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: അല്ലയോ ശ്രീ ഹനുമാൻജി, അങ്ങൻ്റെ ഹൃദയത്തിൽ തന്നെ എന്നെന്നും വസിക്കണമേ. ഇതി ഹനുമാൻ ചാലിസ സമാപ്തം. പവന തനയ സങ്കടഹരണ मंगलमूर्ति रूप, राम लखन सीता सहित हृदय बसहु सुरभूप. അല്ലയോ പവനപുത്രനായ ശ്രീ ഹനുമാൻ സ്വാമി, അങ്ങ് എൻ്റെ ക്ലേശങ്ങളെ ഇല്ലാതാക്കുന്നവനാണ്. സാക്ഷാൽ മംഗളകാരിയാണ്. അങ്ങ് സീതാരാമ ലക്ഷ്മണന്മാരോടൊപ്പം എൻ്റെ ഹൃദയത്തിൽ സദാ വസിച്ചാലും. ഭക്തൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ തീർച്ചയായും ഉണ്ടാകും. ശ്രീ ഹനുമാൻ ശ്രീരാമൻ്റെ പരമഭക്തനാണ്. അതുകൊണ്ട് ഭക്തനായ ശ്രീ ഹനുമാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ സ്വയമേവ തന്നെ ഭഗവാനും അവിടെ വന്നു ചേരും. ഭക്തനുള്ളിടത്ത് ഭഗവാൻ ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഭക്തനായ ശ്രീ ഹനുമാൻ തൻ്റെ ഹൃദയത്തിൽ വേണമെന്ന് കവി പ്രാർത്ഥിക്കുന്നത്. സീതാരാമ ലക്ഷ്മണന്മാരില്ലാതെ ഹനുമാനില്ല. ഇവർ 4 പേരെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയെന്നു പറഞ്ഞാൽ 4 സദ്ഗുണങ്ങളെ ഒരുമിച്ച് കൈവരിക്കുക എന്നാണ് അർത്ഥം. ജ്ഞാനം, അതായത് ശ്രീരാമൻ; വിവേകം, ലക്ഷ്മണൻ; ശാന്തി, അതായത് സീത; സത്സംഗം, അതായത് ഹനുമാൻ. ഇവയാണ് ആ ഗുണങ്ങൾ. സത്സംഗം മൂലമാണ് മറ്റു ഗുണങ്ങൾ കരഗതമാകുന്നത്. ഹനുമാൻ സത്സംഗത്തിൻ്റെ പ്രതീകമാകിയാൽ ശ്രീ ഹനുമാനെ ആരാധിക്കുക വഴി ഭഗവാനെ എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയുന്നു എന്ന് സാരം. മംഗളശ്ലോകം സമാപിക്കുന്നു.